നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബീഹാറിലും അതുപോലെ തന്നെ ജാർഖണ്ഡിലും കോൺഗ്രസും അതുപോലെ സഖ്യകക്ഷികളും തമ്മിൽ ചില പടലപ്പിണക്കങ്ങൾ ഉണ്ട്. ജാർഖണ്ഡിൽ നല്ല രീതിയിൽ തന്നെയാണ് ജാർഖണ്ഡ് മുക്തി മോർച്ച കോൺഗ്രസ് സഖ്യം ഭരണത്തിൽ തുടരുന്നതെങ്കിലും ഇക്കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരാജയം അത് ആകസ്മികമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബീഹാറിൽ അവിടെ ജയിച്ചു വന്ന കോൺഗ്രസ് MLA-മാരെ എൻ ബ്ലോക്കാക്കി ചാക്കിട്ട് പിടിച്ച് BJP നേതൃത്വം നടത്തിയ പറോട്ട് നാടകം അത് ഇപ്പോഴും RJDക്ക് ദഹിക്കുന്നില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ BJP പറയുന്നത് കോൺഗ്രസിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം യാഥാർത്ഥ്യമാകില്ല. ഇനി ആയാൽ തന്നെ പരസ്പരം അള്ളുവയ്ക്കും. അത് BJPയുടെ വിജയത്തിന് ആക്കം കൂട്ടുമെന്നും 403-ൽ 300-ലേറെ സീറ്റുമായി തങ്ങൾ വീണ്ടും അധികാരത്തിലേക്ക് വരുമെന്നുമാണ് അവർ പറയുന്നത്. ഇത് പറഞ്ഞ് നാവെടുക്കേണ്ട താമസം BJPയിലെ 1000-ൽ കൂടുതൽ പ്രാദേശിക നേതാക്കൾ ബുന്ദേൽഖണ്ഡിലും അതുപോലെ തന്നെ ഝാൻസി മേഖലയിൽ ഒക്കെ കൃത്യമായി കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് ഈ അടുത്ത് തുടങ്ങിയൊരു പ്രതിഭാസമല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉത്തർപ്രദേശിൽ BJPക്ക് ശോചനീയമായ ഒരു അവസ്ഥയാണ്. അത് എന്തൊക്കെ രീതിയിൽ അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതുപോലെ തന്നെ സുപ്രീം കോടതിയെ വരെ അവർ കയ്യിൽ ഒതുക്കാം എന്ന് വിചാരിച്ചാലും ചില സംസ്ഥാനത്ത് നടക്കുന്ന പ്രതിഭാസം അല്ലെങ്കിൽ ചില സംസ്ഥാനത്ത് അവർക്ക് നേരെ നടക്കുന്ന രാഷ്ട്രീയപരമായ നീക്കത്തെ അത്ര എളുപ്പത്തിലൊന്നും തടയാൻ കഴിയുന്നില്ല. അഖിലേഷ് യാദവ് UP കേന്ദ്രീകരിച്ച് 2027-ലെ ഭരണം തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിന് വേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത്. ശിവപാൽ യാദവുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർത്ത് അവർ ഒരുമിച്ച് മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 37ഓളം സീറ്റുകൾ വിജയിച്ച് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി UPയിൽ മാറിയത്. BJPക്ക് 33 സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരികയും 43 സീറ്റുകളുമായി സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം അവിടെ വലിയ മുന്നേറ്റം നടത്തുകയും ചെയ്തു. ഇത് നിയമസഭാ കണക്കുകൾ നോക്കുമ്പോൾ 221 സീറ്റുകളിൽ ഈ സഖ്യം മുൻപന്തിയിലാണ്. ഇക്കുറി ആ സഖ്യത്തിൻ്റെ മികവിൽ കേവല ഭൂരിപക്ഷം ഒരുമിച്ച് മറികടക്കും എന്ന പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും നടത്തുന്നത്. നമുക്കറിയാം, ഇരുവരും UPയിലെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ്. അഖിലേഷ് യാദവ് ആണെങ്കിലും ശരി, രാഹുൽ ഗാന്ധി ആണെങ്കിലും ശരി, അവർ കൃത്യമായും യോഗിക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. മുൻകാലങ്ങളിൽ പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനം UPയിൽ നിന്നായിരുന്നു. UPയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പദവി നൽകിയാണ് അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണം ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവസരം നൽകിയത്. എന്നാൽ അത് ഭംഗിയായി അന്ന് അവർക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ കാലക്രമേണ UPയിൽ സ്ഥിതിഗതികൾ മാറി മറിഞ്ഞു വരുന്നു. 2012 വരെ, അതായത് ഏകദേശം പറഞ്ഞാൽ മോദി അധികാരത്തിൽ ഏറുന്നതിന് മുമ്പ് വരെ അവിടെ 4 പാർട്ടികൾ ഏകദേശം പല മേഖലകളിലായി ശക്തി കേന്ദ്രീകൃതമായിരുന്നു. BJP, സമാജ്വാദി പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി, അതുപോലെ കോൺഗ്രസ്. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. ഉത്തർപ്രദേശിൽ 2012 ആവർത്തിക്കും എന്ന് വെറുതെയല്ല പറയപ്പെടുന്നത്.